അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങളുമായി പത്തനംതിട്ട സ്വദേശി ചികിത്സയിൽ. പെരുന്നാട്ടിൽ നിന്നുള്ള ടാപ്പിംഗ് തൊഴിലാളിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സി കെ അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, സമാനമായ കേസുകൾ ആ ഭാഗത്ത് എവിടെ നിന്നെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹം മലിനജലത്തിൽ കുളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായി വിവരമുണ്ടോ? ഈ മാസം 5-ാം തീയതിയാണ് ടാപ്പിംഗ് തൊഴിലാളിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. കാലിന്റെ മുട്ടിന് വേദനയാണ് ആദ്യം അനുഭവപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം അത് തലവേദനയും ശരീരവേദനയുമായി മാറ്റപ്പെട്ടു. തുടർന്ന് വടശ്ശേരിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്നുള്ള നിർദ്ദേശാനുസരണം പിന്നീട് റാന്നി താലൂക്ക് ആശുപത്രിയിലും ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ചികിത്സയ്ക്ക് വിധേയനായി. ഇവിടെ സ്കാനിംഗ് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാകാനുള്ള സാധ്യത എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ ആ ഒരു വിലയിരുത്തലിലെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹം ഈ രോഗിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് പെരുന്നാട് സ്വദേശിയായിട്ടുള്ള ആൾ. അതേസമയം രോഗലക്ഷണങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സമാനമായിട്ടുള്ളതാണ് എന്ന് വിലയിരുത്തുന്നുവെന്നും അതോടൊപ്പം തന്നെ അവസാനഘട്ട പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും ആരോഗ്യവകുപ്പ് ജില്ലാ ഓഫീസർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നോ അതല്ലെങ്കിൽ നാളെയോ ഫലം ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശം അതോടൊപ്പം തന്നെ ജോലിക്ക് പോകുന്ന ഇടങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരോഗ്യവകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ മേഖലയിൽ നിന്നും വെള്ളത്തിൻ്റെ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് ഈ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടായതെന്ന് അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിച്ചു വരികയാണ്. കർശനമായ ജാഗ്രത ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് പുലർത്തുന്നു.